ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം 85 സങ്കീർത്തനം അതിൻ്റെ 6 വാക്യം ഒന്ന് വായിക്കട്ടെ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? കോരഹപുത്രന്മാർ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ട് ദുഃഖിച്ച് തളർന്നിരിക്കുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തോട് അവർ അഭയാചന കഴിക്കുകയാണ്. ദൈവത്തോട് അവരുടെ ആവശ്യങ്ങളെ അവർ പറയുകയാണ് ചെയ്യുന്നത്. ഈ വീണ്ടും ജീവിക്കുന്ന അനുഭവം, ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്ന അനുഭവം എങ്ങനെ ലഭിക്കാനിടയാകുമെന്നുള്ളത് ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ 36 സങ്കീർത്തനത്തിൽ അതിൻ്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. 36 സങ്കീർത്തനം 8 വാക്യം, നിൻ്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിൻ്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. നിൻ്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ. നിൻ്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. ആ ദൈവസന്നിധിയിൽ നാം കടന്നു ചെല്ലുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു ആനന്ദത്തിൻ്റെ നദി നമ്മിലേക്ക് ഒഴുകുവാൻ ദൈവം ഇടയാക്കും. നമുക്കറിയാമല്ലോ, ശമൂവേൽ പ്രവാചകനെ കുറിച്ചുള്ള ആ പദ്ധതി ഹന്നയ്ക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൾ ദൈവസന്നിധിയിൽ ചെന്ന് ഹൃദയം പകർന്നു. കണ്ടു നിന്ന ഏലി പുരോഹിതന് അവൾ മദ്യം കഴിച്ചിരിക്കുന്നു എന്ന് തോന്നത്തക്കവണ്ണം തന്നെ അവൾ ശബ്ദമുണ്ടാക്കാതെ കരഞ്ഞ് അവളുടെ ചുണ്ടനങ്ങി ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിക്കുന്നു. എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൾ പ്രാർത്ഥിച്ച് എഴുന്നേറ്റതിന് ശേഷം പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. മുഖം വാടാതിരിക്കുവാൻ, ദൈവസന്നിധിയിൽ നിരാശപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് അവൾ ആ കർത്തൃസന്നിധിയിൽ ചെന്ന് ആ തിരുനിവാസത്തിൻ്റെ മധ്യത്തിൽ അവളുടെ പ്രാർത്ഥന കഴിച്ചു. പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. ഇതോട് ചേർന്ന് നമുക്ക് 16 സങ്കീർത്തനത്തിൻ്റെ 11 വാക്യം, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ദൈവസന്നിധിയിൽ നാം കടന്നു ചെല്ലുമ്പോൾ ദൈവം ആ ആനന്ദ നദി നമുക്കായി ഒഴുക്കിത്തരും. നമ്മളെ ആനന്ദ നദി കൊണ്ട് തൃപ്തരാക്കുന്നതായ ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. മാത്രമല്ല, അവിടെ പറയുന്നത്, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. അവിടുത്തെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഒരു നാളും നാം തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ നാം ആയിരിക്കേണ്ടതിന് ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നാം കടന്നു ചെല്ലുകയും അവിടുത്തെ സന്നിധിയിൽ അഭയാചന കഴിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരും. ദൈവസന്നിധിയിൽ നമുക്ക് സന്തോഷിപ്പാൻ ഇടയായിത്തീരും എന്ന് നമുക്കിതിലൂടെയൊക്കെ മനസ്സിലാക്കുവാൻ കഴിയും. ഇതോട് ചേർന്ന് യെശയ്യാപ്രവചനം 56 അധ്യായത്തിൻ്റെ 9 വാക്യം കൊണ്ടൊന്ന് വായിക്കട്ടെ. യെശയ്യാപ്രവചനം 56 അധ്യായം 9 വാക്യത്തിൽ പറയുന്നത്, 7 വാക്യത്തിൽ, ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. പ്രാർത്ഥനാലയത്തിൽ സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവം, ആ ദൈവം ഇന്നും നമുക്കുണ്ട്. നമ്മൾ വീണ്ടും ജീവിക്കേണ്ടതിന്, സന്തോഷത്തിൻ്റെ നദി പാനം ചെയ്യേണ്ടതിന്, ആ സന്തോഷ പരിപൂർണത നമ്മുടെ അവകാശമാക്കി തീർക്കേണ്ടതിന് ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹന്ന ചെയ്തതുപോലെ നമ്മുടെ ഹൃദയം അവൻ്റെ മുൻപാകെ പകരുക. പിന്നെ മുഖം വാടുവാൻ അനുവദിക്കാതെ ദൈവം പ്രവർത്തിക്കും. അവൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണത മാത്രമല്ല, ജീവൻ്റെ ഉറവുണ്ട്. ആ ഉറവിൽ നിന്ന് ആവോളം പാനം ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ്.